അല്ല, MR അജിത് കുമാറിന്റെ റിപ്പോർട്ട് ഗവൺമെന്റിന്റെ കയ്യിലും മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ട്. അതെല്ലാം അറിഞ്ഞിട്ടും ഒരു നടപടി എടുത്തില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പിടിച്ച ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല, ഒരുപാട് CPM നേതാക്കളാത്തു, സംശയമൊന്നും വേണ്ട. അത് ഞങ്ങൾ നേരത്തെ തന്നെ പറയുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇത്രയും വലിയ തട്ടിപ്പ് നടന്നിട്ട് മൂടി വെച്ചത്. പിന്നെ ചെമ്പ് മാത്രമാണ് കൊണ്ടുപോയത് എന്ന് മഹസറില് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സഹായിക്കാൻ പറ്റോടുതാ. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി പെടരുത് എന്നുകൂടി ഇവർക്ക് ആഗ്രഹമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി പെട്ടാൽ ഇവരും പെടും. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളാണ്. പശ്ചാത്തലമുള്ള വലിയ തട്ടിപ്പുകളെല്ലാം പുറത്തു വരാനിരിക്കുക. ഏറ്റുമാനൂർ അമ്പലത്തിൽ ഇതേ ടീമാണ് പോയി 7.5 പൊന്നാന പുറത്തേക്ക് കൊണ്ടുപോകാൻ നോക്കിയത്. ഈ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ പങ്കുണ്ട്. ഈ മന്ത്രി വാസവനുമായിട്ട് ബന്ധപ്പെട്ട ചില ഉദ്യോഗസ്ഥന്മാർ കൂടി പങ്കുണ്ട്. അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിലെ 7.5 പൊന്നാന ഏറ്റുമാനൂർ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പോയപ്പോൾ അതിനെ എതിർത്തത് അവിടുത്തെ ഭക്തജനങ്ങൾ. അതുകൊണ്ട് പോയില്ല. അതും പോയത്. അല്ല, അത് ക്ലിയർ ആണല്ലോ. ഞാൻ പറഞ്ഞത് ദ്വാരപാലക ശില്പം വിറ്റെന്ന് പറഞ്ഞ ഞാനല്ലല്ലോ, കോടതിയാ അല്ലേ? വിറ്റപ്പോ അത് ആർക്കാണ് കൊടുത്തതെന്ന് നമ്മളെങ്ങനെയാ അറിയണത്? അത് അന്നത്തെ ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഒക്കെ അല്ലേ അറിയുള്ളൂ. അതാണ് ഞാൻ ചോദിച്ചത്. മാത്രമല്ല, മന്ത്രി വാസവൻ എന്താ പറഞ്ഞത്? ഇപ്പൊ ഒരു കുഴപ്പമില്ല, എല്ലാ കുഴപ്പമില്ല 2019 അപ്പൊ 2019 കുഴപ്പം നടന്നിട്ടുണ്ടെന്ന് ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി പറയുന്നു. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്താ പറയുന്നത്? ഞങ്ങളൊന്നും ചെയ്തില്ല, എല്ലാ കുഴപ്പവും 2019 നടപടിക്രമവും തെറ്റിച്ചത് എല്ലാം അല്ലേ? അപ്പൊ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പറയുന്നുണ്ട് കുഴപ്പമുണ്ടായത് 2019 അപ്പൊ 2019 അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹം ഏതെങ്കിലും കോടീശ്വരന് വിറ്റിട്ടുണ്ടെങ്കിൽ അത് ആരാണെന്ന് അറിയണ്ടേ? അറിയാവുന്നവരോടല്ലേ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ കടകമ്മളോട് ചോദിച്ചത്. അതാണ് ഞാൻ പറഞ്ഞ പോയിന്റ്. അതാണ് ഇപ്പൊ ഇവർ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് എല്ലാത്തിനും കാരണമെന്ന് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമായിരുന്നെങ്കിൽ ഇവരിത് അറിഞ്ഞപ്പോ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ അന്വേഷണം നടത്തണ്ടേ? നടത്തിയില്ല, മൂടി വെച്ചു. അയാളെ രക്ഷിക്കാൻ നോക്കി. കാരണം എന്താ? അയാൾ പിടിയിലായി, ഇവന്മാരെല്ലാം പോവാത്തു, ഇവരെല്ലാം അകത്തു പോകും. മനസ്സിലായില്ലേ?